ടെലഗ്രാം മുതലായ മെസ്സേജിംഗ് ആപ്പുകളുടെ ഉപയോഗത്തിൽ വൻ മാറ്റം വരുത്തിയുള്ള സിം ബൈൻഡിംഗ് ചട്ടം നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയിൽ സൈബർ തട്ടിപ്പുകളും വ്യാജ അക്കൗണ്ടുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മെസ്സേജിംഗ് ആപ്പുകളുടെ ഉപയോഗത്തിൽ വലിയ മാറ്റം വരുത്തുന്ന പുതിയ നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി മുതൽ വാട്സ്ആപ്പ്, ടെലിഗ്രാം, സിഗ്നൽ പോലുള്ള മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ സിം ബൈൻഡിംഗ് ചട്ടപ്രകാരം ചില നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ സുരക്ഷ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടെലികോം IT വകുപ്പുകൾ ചേർന്നാണ് ഈ പുതിയ നടപടി പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത്. സാധാരണ ഉപയോക്താക്കൾക്കും ഈ നിയമം ബാധകമാണ്. ദിവസേനയുള്ള വിവിധതരം മെസ്സേജിംഗ് ആപ്പുകളുടെ ഉപയോഗത്തിൽ പുതിയ നിയമത്തിന്റെ വരവോടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. സിം ബൈൻഡിംഗ് എന്നത് ഒരു മെസ്സേജിംഗ് അക്കൗണ്ട് ഉപയോക്താവിന്റെ സജീവ സിം കാർഡുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ്. ഇക്കാലമത്രയും ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത സിം ഫോണിൽ ഇല്ലെങ്കിൽ പോലും മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ വരവോടെ അതത് മെസ്സേജിംഗ് അക്കൗണ്ട് പ്രവർത്തിക്കാൻ രജിസ്റ്റർ ചെയ്ത സിം ഫോണിൽ ആക്റ്റീവ് ആയിരിക്കണം. സിം മാറ്റിയാൽ വീണ്ടും വെരിഫിക്കേഷൻ നിർബന്ധമാകും. വൈഫൈ ഉപയോഗിച്ചും സിം ഇല്ലാതെ ഫോണിൽ വാട്സ്ആപ്പ് പ്രവർത്തിപ്പിക്കാൻ ആവില്ല. രജിസ്റ്റർ ചെയ്ത നമ്പറിന്റെ സിം ഫോണിൽ സജീവമായിരിക്കണം. ഇനി പുതിയ മൊബൈൽ വാങ്ങി അക്കൗണ്ട് മാറ്റുന്ന സാഹചര്യം വന്നാൽ വീണ്ടും OTP സ്ഥിരീകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ഫോണില്ലാതെ ദീർഘനേരം വെബ് പതിപ്പ് തുറന്നു വെക്കാനാവില്ല. ഓൺലൈൻ തട്ടിപ്പുകളും സിം സ്വാപ്പ് ഫ്രോഡുകളും വ്യാജ നമ്പർ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളും വ്യാജ അക്കൗണ്ടുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് തീരുമാനം കൈക്കൊണ്ടത്. ഒരു വ്യക്തി ഒരു സിം ഒരു സജീവ അക്കൗണ്ട് എന്ന രീതിയിലേക്ക് മെസ്സേജിംഗ് സംവിധാനങ്ങളെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2026 മാർച്ച് 1 മുതലാണ് പുതിയ ചട്ടം നിലവിൽ വന്നത്. രജിസ്റ്റർ ചെയ്ത സിം കാർഡുള്ള ഫോണിൽ മാത്രമേ മെസ്സേജിംഗ് ആപ്പുകൾ ഇനി മുതൽ പ്രവർത്തിക്കൂ. ഇക്കാര്യം അതത് കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും സർക്കാർ അനുശാസിക്കുന്നു. സിം ബൈൻഡിംഗ് ചട്ടത്തിൽ ഉൾപ്പെട്ട നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ടെലികോം സൈബർ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം അതത് കമ്പനികൾ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ മെസ്സേജിംഗ് ആപ്പുകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന വൺ ടൈം പാസ്വേഡ് അഥവാ OTP വഴിയാണ് ഉപയോക്താവ് സിമ്മിന്റെ ഉടമ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഒരിക്കൽ OTP ലഭിച്ച് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സിം നീക്കുകയോ മാറ്റുകയോ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്താലും ആ ഫോണിൽ ആ ആപ്പ് പ്രവർത്തിക്കും. അതുപോലെ തന്നെ വെബ് പതിപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഫോണിൽ സിം ഇത്രയും നാളും ആവശ്യമില്ലായിരുന്നു. QR കോഡ് വഴിയോ വെബിലൂടെയുള്ള OTP സ്ഥിരീകരണം വഴിയോ അതത് പ്ലാറ്റ്ഫോം ലഭ്യമാകുമായിരുന്നു. എന്നാൽ പുതിയ സിം ബൈൻഡിംഗ് ചട്ടങ്ങൾ ഇത്തരം രീതി അനുവദിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്ത സിം ഡിവൈസിൽ നിന്ന് നീക്കം ചെയ്താൽ ആപ്പ് പ്രവർത്തിക്കില്ലാത്ത സംവിധാനമാണ് പുതിയ ചട്ടത്തിലൂടെ നിലവിൽ വരുത്തിയിരിക്കുന്നത്. പുതിയ ചട്ടപ്രകാരം ഫോണിൽ സിം ഇല്ലെങ്കിൽ ഉപയോക്താക്കൾക്ക് മെസ്സേജിംഗ് ആപ്പുകളിലെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം ലഭിക്കില്ല. 2025 നവംബർ 28 കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. അതിനുശേഷമുള്ള 3 മാസത്തെ സമയം കമ്പനികൾക്ക് ഉത്തരവിൽ പറയും പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള സാവകാശമായും സർക്കാർ അനുവദിച്ചു നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് മാർച്ച് 1 മുതൽ സിം ബൈൻഡിംഗ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. പുതിയ സിം ബൈൻഡിംഗ് ചട്ടങ്ങൾ പ്രകാരം വാട്സ്ആപ്പ് അടക്കമുള്ള മെസ്സേജിംഗ് ആപ്പ് സേവനങ്ങൾ കുറഞ്ഞത് ഓരോ 6 മണിക്കൂറിലും സ്വയം ലോഗിൻ ചെയ്യപ്പെടും. അതേസമയം സിം ഇട്ടിട്ടുള്ള ഡിവൈസിൽ നിന്നും ആപ്പ് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെയുള്ള ലോഗിൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഉപയോക്താവ് യാത്രയിലോ റോമിംഗിലോ ആണെങ്കിലും സിം ഡിവൈസിലുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വന്നതോടെ മെസ്സേജിംഗ് ആപ്പുകൾ തങ്ങളുടെ സേവനങ്ങളിൽ അപ്ഡേറ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്ത സിം ഉപയോക്താക്കൾ ഉപയോഗിക്കുന്ന ഡിവൈസിലുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അതത് കമ്പനികൾ പുതിയ രീതികൾ അവലംബിക്കാനും സാധ്യതയുണ്ട്. പുതിയ നിയമത്തിന്റെ വരവോടെ സൈബർ രംഗത്തെ തട്ടിപ്പുകൾ കുറയാൻ സാധ്യതയുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടുകളുടെ ഹാക്കിംഗ് നിയന്ത്രിക്കുന്നതിനും പുതിയ ചട്ടം സഹായകരമായി തീരും. ഒപ്പം ഉപയോക്താക്കളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനും പുതിയ സംവിധാനം ഗുണകരമാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.